Hello guys, welcome back to another episode of Coastal Diaries. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുതിർന്നവരിൽ നിന്ന് നമുക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത്, അതായത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇന്ന് ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മളുടെ ജനറേഷനിൽ നിന്ന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ ആൾക്കാരെ തപ്പി പോവാം. അയ്യോ, അങ്കിൾ ഫ്രീ ആണോ? ഞാൻ ഒരു കോസ്റ്റൽ ഡയറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരിക. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ പറയാ, അങ്കിൾ ഇത്രയും നാൾ ജീവിച്ചിട്ട് അങ്കിളുടെ പഴയ ജീവിച്ചിട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടില്ലേ? ഇപ്പോഴത്തെ ജനറേഷൻ കുറെ കൂടി കാര്യങ്ങൾ ഇപ്പം ജീവിതത്തിലാണെങ്കിലും കുറെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ അങ്കിളിനെ സംബന്ധിച്ച് എന്താ പറയാൻ പറ്റുന്നത്? ആ ലൈഫിനെ, ആ ജീവിച്ചു വന്ന സാഹചര്യങ്ങളെ കമ്പയർ ചെയ്തും ഒത്തിരി കാര്യങ്ങൾ കാണുമല്ലോ പറയാനായിട്ട്. പറയാൻ ഒരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇപ്പോഴത്തെ ജീവിതം ഒരു സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ മുമ്പത്തെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? അതും സുഖം തന്നെ, അതും ഒരു ഹാപ്പി തന്നെ. ഹാർഡ് വർക്കാണ്. മുമ്പത്തെ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പൊ നോക്കുമ്പോഴേ ഇന്നത്തെ പിള്ളേർ കുറെ കൂടി എല്ലാ കാര്യങ്ങളും അവരുടെ കൈയെത്തുന്ന ദൂരത്ത് അങ്ങനെയൊക്കെ അല്ലേ? അതെ 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 എന്ന് വെച്ചാൽ ആ പഴയ ഒരു ഡിസിപ്ലിൻ ഡിഗ്നിറ്റി ഇപ്പൊ ഇല്ല. 100% ഇല്ല. 100% ഇല്ല. എക്സാമ്പിളാണ് ഈ ആശ്രമം ഗ്രാമം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതാ. പണ്ട് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കൽക്കട്ടയിലും ബാംബെയിൽ കാണുന്നത് ഇപ്പൊ ഗാഡ്സ് ഓൺ കൺട്രിയിൽ ആശ്രമത്ത് ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്കിൾക്ക് ഇപ്പം ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജസ് എങ്ങനെ ആയിരിക്കണം? അത് മെസ്സേജ് ആൾറെഡി ഗിവൺ ബൈ ദി ഹോളി ബൈബിൾ, ഹോളി ഖുറാൻ ആൻഡ് ഗീത. ബട്ട് അച്ഛൻ നമ്മൾ പറയാതെ ഒന്ന് കേൾക്കാതെ പിള്ളേർ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ കേൾക്കും? കാരണം ഇപ്പോഴത്തെ പിള്ളേർ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസ്. മേ ബി അങ്കിളുടെ ഒരു മെസ്സേജ് അവർക്ക് ആരിലേലും ഒരാൾക്ക് പറ്റുകയാണെങ്കിൽ. മീഡിയ എന്ന് പറയുന്നത് കാട്ടിലും കൾച്ചറൽ എന്ന് പറയുന്നത് വളരെ തേർഡ് ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, വളരെ തേർഡ് റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സംഭവങ്ങളാണ്. സ്കൂൾ യൂണിഫോം ഇട്ട് ആശ്രമത്തിൽ ഗ്രൗണ്ടിൽ വന്നിരിക്കുക, അവരുള്ള ബോയ് ഫ്രണ്ടുമായിട്ട് വന്നിട്ട് ഒരു മാത്സോ ഫിസിക്സോ കെമിസ്ട്രി സബ്ജക്റ്റ് ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് സന്തോഷപ്പെടും. പക്ഷെ അവർ ഫിസിക്കൽ രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്. ഇത് കാര്യം ഡെയിലി വാക്കിങ്ങിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിസിക്കൽ വിഷ്വലൈസേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്കിൾ? താങ്ക് യു സോ മച്ച്. അങ്കിളുടെ പേര് സതീശ്വരൻ. താങ്ക് യു. അങ്കിളെ ഫ്രീ ആണോ? ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റുമോ? ഞാൻ ഈ കോസ്റ്റൽ ഡയറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഫ്രീ ആണെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ 2 മിനിറ്റ് രണ്ട് ക്വസ്റ്റ്യൻ ആണോ? പുള്ളിക്കാരൻ റെഡി അല്ല എന്ന് ഏത് ഇവിടുത്തെ എംപ്ലോയി ആണ്, സോ പറ്റത്തില്ല. ഞാൻ 2 ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റും? ബുദ്ധി വേണ്ടാത്ത ചോദ്യമാണ്, വേണമെന്ന് പറയാൻ പറ്റുന്ന. ഞാൻ കോസ്റ്റൽ ഡയറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നയാ. കോസ്റ്റൽ ഡയറീസ് അല്ല, നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതല്ല, ഉള്ള ചാനൽ തന്നെയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 2 ചോദ്യങ്ങൾ. അതായത് ഇപ്പം ഒത്തിരി ജീവിതാനുഭവമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര വയസ്സുണ്ട് അത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇത്രയും നാളത്തെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സൗകര്യങ്ങളുണ്ട്, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളുണ്ട്. ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്ത് എന്തൊക്കെ പറയാൻ കഴിയും? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴേ ചോദിക്കാം. അതിൽ നിന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ തലമുറയായിട്ട് പങ്കുവയ്ക്കാം, എന്തൊക്കെ പറയാം, നിങ്ങൾ എങ്ങനെ വളരാം, എല്ലാം പറയാം. അത് ശരി. അതായത് പിന്നെ എൻ്റെ പണ്ടത്തെ ജീവിതം, സ്കൂൾ ജീവിതം, പിന്നെയുള്ള കുടുംബപരമായിട്ടുള്ള ജീവിതം, അതൊക്കെ ഹാപ്പി ആയിരുന്നു. സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ജീവിതമായിരുന്നു സ്കൂൾ ജീവിതം. അത് കഴിഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഒറ്റപ്പെട്ടുള്ള
കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ഒറ്റപ്പെട്ടുള്ള ജീവിതം തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചില്ല എന്നല്ല, കല്യാണം കഴിച്ചു. പക്ഷെ ജീവിതം മുമ്പ് നല്ല ഹാപ്പി ആയിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞ് ജീവിതം നമ്മൾ ഒരു പാഠം പഠിപ്പിക്കുമല്ലോ. പഴയ ആ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും അതൊക്കെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു മാറ്റം. അപ്പൊ പണ്ട് ഒത്തിരി ഇത് ആന്റി നോക്കിട്ട് പോകുന്ന ആന്റി പണ്ട് ഞാൻ പറയട്ടെ പണ്ട് നമുക്ക് സൗകര്യങ്ങൾ കുറവാണ്, പക്ഷെ സന്തോഷം കൂടുതലാണ്. ഇപ്പൊ സൗകര്യങ്ങൾ കൂടുതലാണ്, സന്തോഷം കുറവാണ് എന്നാണ്. സന്തോഷം കുറവാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൊതുവെ എല്ലാവരും ആരും തുറന്നു പറയുന്നില്ല. പക്ഷെ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളില് എല്ലാം പരിമിതപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതമാണ്. അത് തുറന്നു പറയാതെ എല്ലാം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് പുറമേ സന്തോഷം അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പണ്ട് പക്ഷെ അങ്ങനെ ഇല്ല. പണ്ട് നമ്മള് ഇച്ചിരി ഓപ്പൺ മൈൻഡ് ആയിരുന്നു. എല്ലാരും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ കണ്ണൂർക്കാരനാ. ഞാൻ കൊല്ലക്കാരനല്ല. കണ്ണൂർക്കാരനാണ്. ഒരു വ്യത്യാസം ഇവിടെ കാണാനുണ്ട്. കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയിൽ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ഒരു ജീവിതമാണ് ഇവിടെ. പ്രത്യേകതരം ജീവിതമാണ് കൊല്ലംകാരുടെ. സത്യം. കാരണം നമ്മള് അവിടെ കണ്ണൂർക്കാരെന്ന് വെച്ചാൽ പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക. അവിടെ സാമ്പത്തികോ അതൊന്നുമല്ലെന്ന് മാത്രം. ഇവിടെ എന്ന് വെച്ചാൽ പണം ബേസ് ചെയ്തിട്ടുള്ള ജീവിതം ഏതെടുത്ത് നോക്കിയാലും, അതായത് കല്യാണം, പിറന്നാള്, പാല് കാച്ചല്, ഇങ്ങനെ സകലം എടുത്താലും എല്ലാം ബിസിനസ് മോഡലാണ്. പക്ഷെ നമ്മളവിടെ അങ്ങനെയല്ല. നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഈ കാര്യങ്ങളൊന്നും എൻ്റെ കീശിൽ എൻ്റെ പോക്കറ്റിൽ പണമുണ്ടോ എൻ്റെ മക്കളെ കല്യാണം നടത്താം, അല്ലാതെ മറ്റുള്ളവരുടെ പോക്കറ്റിൽ പണം കണ്ടിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകത്തില്ല. ആ ഒരു വ്യത്യാസം ഇവിടെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേരെ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ ആൺപിള്ളേരെക്കാളും ഭയങ്കര ആക്റ്റീവാണ് പെൺകുട്ടികൾ. ഏത് മേഖലയായാലും പെൺകുട്ടികൾ കുറച്ചും കൂടി മുന്നോട്ട് തന്നെയാണ്. അതായത് പഠിപ്പായാലും പിന്നെ സ്വന്തം കാര്യം നോക്കാനായാലും പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളായാലും ഒരു പടി മുന്നിലാണ്. ഇപ്പൊ തന്നെ പറഞ്ഞ ആൺപിള്ളേരെ കല്യാണക്കാരൻ തന്നെ എടുത്തു നോക്കിയാൽ മതി. ജോലി ഇല്ലാത്ത ഒരാണുങ്ങൾക്ക് ഇവിടെ പെണ്ണില്ല. സത്യല്ലേ? അതും ഗവൺമെന്റ് ജോലി. അത് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നല്ലേ. പക്ഷെ ഒരു വീട്ടിൽ കയറി ചെന്നാല് അറിയാം അതിന്റെ അവസ്ഥ. നിങ്ങളെ വീട്ടിലിപ്പോ വന്നു കഴിഞ്ഞാൽ അച്ഛനമാര് പറയും അവനെന്തുവാ പഠിപ്പ്, അല്ലെങ്കിൽ അവനെന്തുവാ ജോലി, ഗവൺമെന്റ് ജോലിയാണോ? ഒരിക്കലില്ല. എന്നെ വീട്ടില്ല. പിള്ളേരുടെ ഇപ്പൊ എന്താ പറയാ, നേരത്തെ പറഞ്ഞ് ജീവിച്ചു വന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ജീവിച്ചു വന്ന സാഹചര്യം, എന്റെ അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് ഞാൻ ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ല ഇപ്പൊ കിട്ടിയിരിക്കുന്ന കുറെ സൗകര്യങ്ങളുണ്ട് പിള്ളേർക്ക്. അപ്പൊ ഇപ്പോഴും കിട്ടുന്ന നമ്മുടെയൊക്കെ ടൈമിൽ പറഞ്ഞു കേട്ടാണ്. ഈ സമയത്ത് നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും ആൾക്കാർ പറയുന്നത് പണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിലാണ് വളർന്നത്, ഇപ്പൊ കുറെ നേരെ തിരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ അഹങ്കരിച്ചാണ് ജീവിക്കുന്നത് കുറെ സൗകര്യങ്ങൾ. നമ്മുടെ അത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നാ സമൂഹത്തിന്റെ സാധ്യതകള് ഒത്തിരി കൂടി. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ചക്ക ഫോണൊന്നും ഇല്ലല്ലോ. ഫോണേ ഇല്ല. ഫോണോ കാര്യങ്ങളോ പിന്നെ ആനുകാലികമായിട്ടുള്ള ഒരു വികസനവും ഇല്ലാത്ത സമയത്തായിരുന്നു നമ്മളെ ആ സമയത്തുള്ള കാലഘട്ടം. ഇപ്പൊ അതല്ല. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ, ഇപ്പൊ എന്റെ കൊച്ച് 3 വയസ്സേ ആവുള്ളൂ, അവള് വരെ ഇതെടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു മാറ്റങ്ങളുണ്ട്. അപ്പം നമുക്ക് ഫോണാണെങ്കിൽ കൂടി നമുക്ക് വരുമ്പോ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ആ മാറ്റങ്ങൾ കാരണം ചില നല്ല കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചീത്ത കാര്യങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പിള്ളേരാണെങ്കിലും കിട്ടുന്നത് അമിതമായിട്ട് നമ്മളത് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഒരു കാലഘട്ടമാണ്. അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവരൊന്നിനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കൽ പാടാം. അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ എല്ലാം കണ്ടും കേട്ടും അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക മാക്സിമം. അല്ലാതെ അവർക്കായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരത് ദുരുപയോഗം ചെയ്യും. പിന്നെ അവരെ നമ്മൾ ശാസിച്ചിട്ടോ തല്ലിയിട്ടോ കൊന്നിട്ടോ കാര്യമില്ലല്ലോ. അങ്ങനെയാണ്. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്പീനിയൻ പറ. എന്താണ് മെസ്സേജ്? എന്താണ് പിള്ളേർക്കുള്ള മെസ്സേജ്? നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക നല്ല കാര്യങ്ങൾക്ക്. അനന്ത സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസം കൂടുതലാന്ന് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറഞ്ഞ് ഭയങ്കര വിദ്യാഭ്യാസം, ഭയങ്കര വിവരമുള്ളവരാണ് കേരളത്തിൽ നിന്ന്.
പക്ഷെ അത്ര വലിയ ഇതൊന്നും എനിക്ക് ഇവരെ ഈ കാഴ്ചപ്പാടിൽ തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് മാർക്ക് വാരി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടോ നമ്മളെ പിള്ളേർ ബുദ്ധി വളരത്തില്ലല്ലേ. എന്ത് ചെയ്താലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി അതിൽ 10 മാർക്ക് കൊടുക്കുന്ന, അതായത് ഇപ്പൊ ഇതാണല്ലോ പരിപാടി. ഇത് ഗ്രേഡിങ് സിസ്റ്റത്തിന് നമ്മൾ പഠിച്ചത് ഗ്രേഡിങ് അല്ലല്ലോ. നമ്മൾ സാധാരണ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് വന്നിട്ട്. ഇപ്പോഴത്തെ രീതി, ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട സമയം കഴിഞ്ഞു. ഞാൻ വെറുതെ അങ്ങോട്ട് പോയത്, അപ്പൊ വേണ്ടാന്ന് വെച്ചു, വേസ്റ്റ് ആയില്ലാന്ന് മനസ്സിലായി. അപ്പം പിള്ളേരെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സാധ്യതകൾ തന്നെ ഉണ്ട്. പക്ഷെ ശ്രമിക്കത്തില്ല ആരും. എല്ലാവരും മടിയന്മാര് തന്നെ എന്ന് പറയാം. പിള്ളേരെ കേൾക്കണം. എല്ലാം അവർക്കൊരു മൊബൈൽ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു ബൈക്ക് കിട്ടിയാൽ മതി, അവരുടെ ജീവിതം അതിലായി. പ്രത്യേകിച്ച് ഈ വലിയ വലിയ ജില്ലകള്, തിരുവനന്തപുരം, കൊല്ലം പോലുള്ള ജില്ലകൾ, നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും വലിയ ഇതായില്ല. എന്നാലും ഇപ്പോഴും നമ്മളങ്ങോട്ട് ഇങ്ങ് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഇതന്നെ മൊബൈലും ബൈക്കും തന്നെയാണ് ഇവരെ ക്രേസ്, വീക്ക്നെസ്. അത് കിട്ടിയ പിന്നെ അവര് എല്ലാം ആയി. പിന്നെ അവര് പിന്നോട്ടുള്ളത് ചിന്തിക്കുന്നില്ലല്ലോ, ഭാവിയില്ല എന്നുള്ള. പക്ഷെ അതിനെ കൊണ്ട് നല്ല രീതിയിൽ പോകുന്ന പിള്ളേരും ഉണ്ട്, നല്ല പിള്ളേരും ഉണ്ട്. അവരെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലല്ലോ. അവരെ കാര്യം പറയണ്ടേ. ശരി, എങ്കിൽ താങ്ക് യു ചേട്ടാ. നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടാ. കുഴപ്പമുണ്ട്? ചോദിക്കാം. ഓക്കെ, അങ്കിൾക്ക് ഇപ്പം ഇത്രയും നാൾ ജീവിച്ച സാഹചര്യങ്ങൾ, ഇപ്പം ഇപ്പോൾ ഒരു 48 ഉണ്ടെങ്കിൽ 48 വർഷത്തെ ജീവിതാനുഭവം കാണും. അപ്പൊ അതിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിലെ ഇപ്പോഴത്തെ ഞങ്ങളെ പോലുള്ള തലമുറയ്ക്ക് പറയാൻ പറ്റുന്ന നല്ല മെസ്സേജസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അന്ന് ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്ന സൗകര്യങ്ങളാണെങ്കിൽ കൂടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിനെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് പറയാൻ കഴിയുന്നത്? ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല ഗുണപാഠങ്ങൾ. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ല. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നടന്ന് മഴയത്ത് ചേമ്പലയൊക്കെ വെച്ച് തലയിൽ വെച്ചോണ്ടാണ് പോകുന്നത്. ഇന്ന് വീട്ടിന് മുറ്റത്ത് വണ്ടി വരും പിള്ളേരെ കൊണ്ടുപോകാൻ. അവർക്ക് 3 നേരം ആഹാരമുണ്ട്, അന്ന് ഒരു നേരം ആഹാരം കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ കിട്ടുമ്പോ ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ സുഖമില്ലെന്ന്, അതിന്റെ അഹങ്കാരം ആ പിള്ളേർക്കുണ്ട്. അങ്ങനെ പറഞ്ഞേ? അതുകൊണ്ട് പിള്ളേരൊക്കെ ഇപ്പം തന്തേന്നുള്ള അനുസരിക്കാതെ. പണ്ട് നമ്മളൊന്നും അങ്ങനെ പോയിട്ടില്ല. 6 മണി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോയിട്ടില്ല. പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം അനുവാദം വേണം. ഇന്ന് പിള്ളേർ 9 മണിയായാലും വീട്ടിൽ കയറുമോ? വേറെ എന്തൊക്കെയാണ് പറയാനില്ല. എന്തെങ്കിലും നല്ല മെസ്സേജസ് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന? പിള്ളേരെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി നശിപ്പിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുക. പണ്ടുള്ള ആൾക്കാർ ജീവിച്ചതുപോലെ ജീവിച്ചു പോവുക. അവരിപ്പം എല്ലാ സുഖസൗകര്യം ഉണ്ടെന്നും പറഞ്ഞ് ഒരു തെറ്റിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി നശിച്ചു പോകത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ സൗകര്യങ്ങളിൽ നല്ല രീതിയിൽ ജീവിക്കുക, നല്ല ഭാവിയിലേക്ക് പോവുക. താങ്ക് യു അങ്കിൾ, താങ്ക് യു. അപ്പാ ഫ്രീ ആണോ? അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി, അപ്പൊ മിണ്ടത്തില്ല. ഞാനേ കോസ്റ്റൽ ഡയറീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരിക. അപ്പൊ ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ എന്താ പറയാ, അപ്പൊ ഇത്രയും നാള് ജീവിച്ച കുറെ കാര്യങ്ങളില്ലേ, ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ലേ? ഇപ്പം 50 വയസ്സായെന്ന് പറഞ്ഞാൽ 50 വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങളെക്കാളും ഉണ്ടാവും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയും ജീവിച്ചു വന്നതാ. അപ്പൊ പഴയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സമൂഹത്തില് ഞങ്ങളെ പോലുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും ഒക്കെ നേരെ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യമായിരിക്കും ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് പറയാനായിട്ട്, ഞങ്ങളെ പോലുള്ളവർക്ക് തരാനായിട്ടുള്ളാവുന്ന കുറച്ച് മെസ്സേജസ്, നല്ല കാര്യങ്ങൾ കാണൂലേ? അതും ഇങ്ങനെ ഈ 2 സാഹചര്യങ്ങളെ താരതമ്യം ചെയ്തും അപ്പൊ അവന് പറയാനുള്ള കാര്യങ്ങൾ പറ. ചിരിക്കരുത്, ആലോചിച്ച് നോക്ക്. ഞങ്ങളെക്കാൾ ഒത്തിരി കാര്യങ്ങളുണ്ടാവും പറയാൻ. ഞാനിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല മക്കളെ. പൊതുവെ പറയാന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് എങ്ങനെയാ ജീവിച്ച? പണ്ട് നിങ്ങളെ പോലെയൊക്കെ ഞങ്ങളും വളരെ ആഡംബരമായിട്ടും നല്ല രീതിയിലൊക്കെ തന്നെ ജീവിച്ചത്. ഇപ്പം വയസ്സാകുമ്പോ അതിൻ്റെതായ ഓരോ അസുഖങ്ങളും ചെറുപ്പക്കാരുകൾ ജീവിക്കുന്നത്. തന്നിട്ടാണ് അങ്ങോട്ട് പറഞ്ഞത്. മുമ്പ് ഞങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഒരു മൂത്ത ഞങ്ങള് എൻ്റെ
ഒരു പ്രായം വെച്ച് നോക്കുകയാണ് 15 വയസ്സിലൊക്കെ ബീഡി വലി തുടങ്ങിയത്. അപ്പം എൻ്റെ ഒരു മുതിർന്ന ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ പേടിച്ച് ഓടും. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാളും കഷ്ടമാണ് കേരളം. അമേരിക്കക്കാളും കഷ്ടമാണ്. വൈകിട്ട് അങ്ങനെ പറഞ്ഞു. അതിനേക്കാളും അഴിമതി. മോള് ഇപ്പൊ കാണണം. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് വരും. കുറെ കൊച്ചു പിള്ളേരാ, 10, 12, 13 വയസ്സുള്ള പിള്ളേർ ഇവിടെ വന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കിൽ പറയാകത്തില്ല, മോളുടെ അടുത്ത് പറയാകത്തില്ല കാര്യങ്ങളൊന്നും. അതൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ വന്നിരിക്കാറുള്ളതാണ്. സ്ഥിരം ഞങ്ങൾ ഇരിക്കും. കാച്ചോളം വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ എന്താ വേറെ പറയാനുള്ളത്? വേറൊന്നുമല്ല, ഇത് തന്നെ പറയാനുള്ളത്. ഞങ്ങളുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ സുഖിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാ പണ്ട് സൗകര്യങ്ങൾ കുറവായിരുന്നു, ഇപ്പൊ ഒത്തിരി ഞങ്ങള് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത് കീറിയ നിക്കറാണ്. സ്ലൈറ്റ് എന്ന് പറയുന്നത് ഒടിഞ്ഞ സ്ലൈറ്റാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പൊ വന്ന് സുഖിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തള്ളമാരും നന്ദമാരും, തള്ള എന്ന് പറഞ്ഞാൽ വെളുപ്പിന് എഴുന്നേറ്റ് ചോറൊക്കെ ഉണ്ടാക്കി വെളുപ്പിന് അങ്ങ് കൊടുക്കും, ഒരേ പൊതി കെട്ടി. അവര് വന്ന് ഈ പൊതി എടുത്ത് കളഞ്ഞിട്ട് നല്ല നല്ല ഹോട്ടലിൽ കയറി ബിരിയാണി തിന്നുക, ബൈക്കിൽ കയറാം. ബൈക്കിലൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. അപ്പം അതേ കണ്ടീഷനിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പഴയ ജീവിതമല്ല, പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമാണ്. ഞങ്ങളുടെ തള്ളമാരെന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും കഞ്ഞിയെങ്കിലും കുടിച്ച് അന്തസ്സായിട്ട് വളർത്തിക്കൊണ്ടുവന്ന്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അത് പറയാൻ. എല്ലാ പിള്ളേരും അങ്ങനെയാണ്. എല്ലാ പിള്ളേരും ഒന്നും പറയാകത്തില്ല. 150% നോക്കിയാൽ ഇത് തന്നെയാണ്. എല്ലാ പിള്ളേരും നമുക്ക് പറയാവൂ, കാണുന്ന ഈ കാര്യങ്ങളെല്ലാം പറയാവൂ. അങ്ങനെയാണ് അപ്പം പറ. അതായത് അപ്പം പണ്ട് ഇങ്ങനെ ജീവിച്ചു, പണ്ട് ഞങ്ങൾ ഇത്ര സാഹചര്യങ്ങളിൽ ജീവിച്ചു, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്രയും നല്ല സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പിള്ളേരെ വളരണം പറ? നല്ല രീതിയിൽ വളരണം. നല്ല രീതിയിൽ വളരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളർത്താൻ തള്ളമാരും നന്നമാരും നോക്കണം. അതാണ് അതിൻ്റെ കാര്യം. കാരണം പിള്ളേർ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ നോക്കുന്നില്ല, അവർക്ക് അറിഞ്ഞുകൂടാ സംഭവം എന്ന് പറയും. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നി കരുനാഗപ്പള്ളിക്കാർ, അല്ലെങ്കിൽ കായംകുളംകാർ, കൊല്ലം ജില്ല, അതായത് ടൗൺ ഏരിയയിലുള്ളവരൊന്നും ഇവിടെ വന്നിരുന്ന് അങ്ങനെ പ്രവൃത്തികൾ കാണിക്കാൻ പറ്റില്ല, പേടിയാണ്. വെളിയിൽ നിന്ന് ആൾക്കാർ വരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്, അല്ല വേറെ ഒന്നും. പിള്ളേരെ നല്ല രീതിയിൽ ജീവിക്കണം. ഇത്രയും നേരം എൻ്റെ അടുത്ത് ഒന്നുമില്ല അപ്പുറത്ത് പറഞ്ഞു വിട്ടിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശരി, അപ്പോ താങ്ക് യു. ഓക്കെ. എന്താണ് ഇത്രയും കാര്യങ്ങൾ?